എന്തുകൊണ്ട് നടിയെ ആക്രമിച്ച കേസ് ഇത്രമാത്രം ശ്രദ്ധ നേടിയെന്ന് ചോദിച്ചാൽ നടിയെ ആക്രമിച്ചത് നടനായിരുന്നു. നായകൻ പ്രതിനായകനായതായിരുന്നു കേരളം കണ്ടത്. താരമെന്ന് കരുതി നമ്മൾ ആ തരത്തിൽ ആരാധിച്ച ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായ ക്രിമിനൽ നടപടി സിനിമാ തിരക്കഥ പോലെ തന്നെ സങ്കീർണതകൾ നിറഞ്ഞതായിരുന്നു നടിയെ ആക്രമിച്ച കേസിന്റെ നാൾ വഴികളൊക്കെയും. പിന്നീട് ആ നടി തന്നെ നേരിട്ട് വന്ന് താനാണ് ആ വ്യക്തിയെന്ന് തുറന്നു പറഞ്ഞതും കേരളത്തിന്റെ ഒരുപക്ഷെ ഇന്ത്യൻ തന്നെ ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ്. ജയിലിൽ നിന്നുള്ള ഫോൺ വിളി മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറുന്നു. അങ്ങനെ തുടങ്ങി ജുഡീഷ്യറി പോലും സംശയനിഴലിലായ കേസിന്റെ നാൾ വഴികളിലേക്ക്. ദിലീപിന്റെ അറസ്റ്റ് മുതൽ ഇങ്ങോട്ട് നാടകീയമായ ഒരു പിടി സംഭവങ്ങളാണ് കേസിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. സമാനമായ ഒരു കേസിലുമില്ലാത്ത വിധം പൊട്ടിത്തെറികളും വെളിപ്പെടുത്തലുകളും നിറഞ്ഞ കേസ്. ഒരാളെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്താൻ കൊട്ടേഷൻ നൽകിയ രാജ്യത്തെ തന്നെ ആദ്യ കേസെന്നാണ് പ്രോസിക്യൂഷൻ തന്നെ വിശേഷിപ്പിക്കുന്നത്. നടിയെ ആക്രമിച്ചതിന് പിന്നിലെ ക്രിമിനൽ ഗൂഢാലോചന കണ്ടെത്തണമെന്ന് ആദ്യം പറഞ്ഞത് മഞ്ജു വാര്യരാണ്. പൾസർ സുനിയിലും 6 പേരിലും ഒതുങ്ങിയ അന്വേഷണം. ഇവിടെ നിന്ന് കേസാകെ മാറിമറിയുന്നത് ദിലീപ് അന്നത്തെ DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് നൽകിയ പരാതിയിലൂടെയാണ്. ജയിലിൽ നിന്ന് തന്നെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു പരാതി. ഇതിന്റെ അന്വേഷണത്തിനൊടുവിലാണ് വെള്ളിത്തിരയിലെ ജനപ്രിയ നായകൻ പ്രതിനായകനായി മാറുന്നത്. ഇത്തരം ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു കേസിന്റെ 7 വർഷം നീണ്ട വിചാരണയും. 3 സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരാണ് ഈ കേസിൽ മാറി മാറി വന്നത്. കോടതിയിലെ തർക്കങ്ങളുടെ പേരിൽ 2 പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചു പോവുകയായിരുന്നു. കേസിലെ പ്രധാന സാക്ഷികൾ സിനിമാ മേഖലയിൽ നിന്നുള്ളവരാണ്. വിചാരണയിലേക്ക് കടന്നപ്പോൾ പോലീസിന് നൽകിയ മൊഴി പലരും കോടതിയിൽ മാറ്റിപ്പറഞ്ഞ് കൂറുമാറി. ഇതിനിടെയാണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ ദിലീപിനെതിരെ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വരുന്നത്. വിചാരണ നിർത്തിവയ്പ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം തുടരന്വേഷണത്തിലേക്ക് കടക്കുന്നു. ദിലീപിനെതിരെ പുതിയ കേസെടുക്കുന്നു. കേസിലെ തെളിവ് നശിപ്പിക്കാൻ നടന്ന ഗൂഢാലോചനയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നു. കേസിന്റെ വിചാരണ പ്രധാന ഘട്ടം പിന്നിടുമ്പോഴാണ് നിർണായക തെളിവായ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത് വെളിവാകുന്നത്. കോടതിയുടെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന മെമ്മറി കാർഡ് ആരൊക്കെയാണ് പരിശോധിച്ചതെന്നത് ജുഡീഷ്യറിയെയും പ്രതിക്കൂട്ടിലാക്കി. ആദ്യം മുതൽ അവസാനം വരെ ഇതുപോലെ വിവാദങ്ങൾ നിറഞ്ഞ മറ്റൊരു കേസ് സമീപകാലത്ത് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.